പലരും എന്നോട് ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ഒരു നല്ല ശക്തമായ തലവേദന, ഒരു ഒരു വശത്ത് മാത്രമുള്ള വേദന ആയിരിക്കും, ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയായിക, ജോലിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാവുന്ന ഒക്കെ കേൾക്കാറുണ്ട്. ഇത് കാണപ്പെടുന്നത് കൂടുതലുള്ളവർക്കും ഇതൊരു മൈഗ്രെയിൻ എന്നൊരു കണ്ടീഷനാണ്. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, ചീഫ് കൺസൾട്ടൻറ്റ്, മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. ഈ മൈഗ്രെയിൻ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇത് കൂടുതലുള്ളവർക്കും ഒരു വശത്തായിരിക്കും കാണുന്നത്. ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും ചില സമയത്ത് വരുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ സൈഡ് വൈസ് ആയിട്ടായിരിക്കും ഈ ഒരു മൈഗ്രെയിൻ കണ്ടീഷൻ വരുന്നത്, തലവേദനയായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു പൾസേറ്റിംഗ് പെയിൻ പോലത്തെ ഒരു വേദനയായിരിക്കും വരുന്നത്. അതുപോലെ മൈഗ്രെയിൻ്റെ കൂടെ ഒരു കണ്ണ് മങ്ങൽ പോലെയൊക്കെ ചിലവർക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇതൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും ആദ്യം തുടങ്ങുന്നത്, പിന്നെ അത് ശക്തമായ വേദനയിലേക്ക് മാറാനുള്ള ഇതും കാണുന്നുണ്ട്. അതുപോലെ ഇതൊരു 4 മണിക്കൂർ മുതൽ നീണ്ടു നിൽക്കാറുണ്ട്. അതുപോലെ ചിലവർക്ക് 2-3 ദിവസം വരെ ഈ ഒരു തലവേദന കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു മൈഗ്രെയിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു മൈഗ്രെയിൻ ഇല്ലെങ്കിൽ ഈ ഒരു തലവേദനയ്ക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വശത്തായിരിക്കും തലേൻ്റെ ഒരു വശത്ത് മാത്രമായിരിക്കും ഈ വേദന ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ ചിലരിപ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നലുണ്ടാവും, ചിലപ്പോൾ ഛർദ്ദി ഉണ്ടാവാം. അതുപോലെ ഒരു തലചുറ്റൽ പോലെ തോന്നാം, തലചുറ്റലും. അതുപോലെ നമുക്ക് കണ്ണിൻ്റെ മുന്നിലൊരു മങ്ങൽ പോലെ ഒരു ഓറ അല്ലെങ്കിൽ ബ്ലഡ് വിഷൻ എന്ന് പറയും, അതും കാണുന്നത് ഈ ഒരു മൈഗ്രെയിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഒരു ലക്ഷണമാണ്, മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു മൈഗ്രെയിൻ ഉള്ളവർക്ക് വെളിച്ചം സഹിക്കാൻ പറ്റാത്തത്, അതുപോലെ സൗണ്ട് തീരെ ഒട്ടും സഹിക്കാൻ പറ്റാത്തതും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങളോ ഒന്നാണ്. അതുപോലെ ഈ ഒരു മൈഗ്രെയിൻ തലവേദനയ്ക്ക് പല കാര്യങ്ങളും ട്രിഗർ ചെയ്യാൻ വരാനുള്ള ചിലവർക്ക് പല രീതിയിൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. ഒരാൾക്ക് കാണുന്ന ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് കാണുന്നത്. അപ്പോൾ ഏതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ് പ്രധാനമായും കാണപ്പെടുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ഈ ചോക്ലേറ്റ്, അതുപോലെ കോഫി പോലത്തിലുള്ള കൂടുതലുള്ള കഫെയിൻ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന വഴിയും ഈ ഒരു തലവേദന ചിലവർക്ക് ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വഴിയും ഈ ഒരു മൈഗ്രെയിൻ തലവേദന കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒന്നാണ് കാണുന്നതാണ് ഉറക്കക്കുറവ്, അതുപോലെ മാനസിക സമ്മർദ്ദം കാരണമൊക്കെ ഈ ഒരു മൈഗ്രെയിന് കൂടുതൽ ട്രിഗറിങ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ചിലവർക്ക് ഹോർമോണിൽ ചില ചേഞ്ചസ് കാരണം ഈ ഒരു മൈഗ്രെയിൻ തലവേദന കാണുന്നുണ്ട്. ചിലവർക്ക് പീരീഡ്സിൻ്റെ സമയത്തും ഈ ഒരു തലവേദന വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഒന്നാണ് കൂടുതലായിട്ട് വെളിച്ചം എക്സ്പോസ് ചെയ്യുമ്പോൾ, അതുപോലെ സൗണ്ട് കൂടുതലായിട്ട് ഒരുപാട് ലൗഡായിട്ടുള്ള സൗണ്ട് കേൾക്കുന്ന വഴിയൊക്കെ ഈ ഒരു തലവേദന ട്രിഗറിങ് ഫാക്ടറാണ് കൂടുതൽ കാരണമാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിന് ഒരു വ്യക്തിക്കുള്ള ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഏതാണോ നമുക്കത് ട്രിഗർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പ്രിവെൻറ്റ് ചെയ്താൽ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ടിപ്സ്, നമുക്ക് എന്തൊക്കെ ഒരു ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ തലവേദനയ്ക്ക് കുറയ്ക്കാൻ സഹായിക്കും നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഭക്ഷണം സമയത്തിന് ഫുഡ് കഴിക്കണം. അതുപോലെ ഉറക്കം കുറവുള്ളവരാണെങ്കിൽ നന്നായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സമയത്ത് ഒരേ സമയത്ത് കിടക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെയുള്ള വർക്കിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ നേരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ആ ഒരു ജോലിയിലേക്ക് നടക്കുക. അപ്പോൾ സ്ക്രീൻ ടൈമിൽ ഒരുപാട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് 5 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് കണ്ണടച്ചിട്ട് കുറച്ച് നേരം കടന്നു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആവും. ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉടൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് തണുത്ത തുണി നമ്മളെ നെറ്റിയിലോ ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ പിന്നിലോ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെക്കുക. ഇത് നമുക്ക് നമ്മളെ തലവേദന ഒന്ന് കുറച്ചൊരു ശമനം കിട്ടാൻ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നന്നായിട്ട് ഉറങ്ങേണ്ടതാണ്. നമ്മൾ ഒരു ഡാർക്ക് റൂമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഡാർക്ക് റൂമിൽ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് ആ റൂമിൽ കുറച്ച് സമയം കിടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തലവേദനയ്ക്ക് കുറച്ചൊരു ശമനം കിട്ടുന്ന പോലെ കാണാം. അതുപോലെ ചെയ്യേണ്ടതാണ്, തലയിലും കഴുത്തിലും നമുക്ക് ചെറിയ രീതിയിൽ മസാജിങ് കൊടുക്കുന്ന വഴി നമുക്ക് മസിൽ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തലവേദന കുറവില്ലെങ്കിൽ, ശക്തമായ തലവേദന കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇതൊരു സാധാരണ ഒരു തലവേദനയായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ട് ചിലപ്പോൾ തുടർച്ചയായിട്ട് തലവേദന ഉണ്ടാവും എല്ലാ മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഈ തലവേദന വരികയാണെങ്കിൽ ഇതിനെ അവഗണിക്കരുത്. അതുപോലെ ഇതിനായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അത് കൂടാതെ നമ്മളെ ജീവിതശൈലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അതുപോലെ കുറേ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മൈഗ്രെയിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിത് ശരിയായ ട്രീറ്റ്മെൻറ്റ് വഴിയും നമുക്ക് ജീവിതശൈലിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടും നമുക്ക് ഈ തലവേദന മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.